കാണാമറയത്തെ മൊഞ്ചത്തി. രചന റംസി ഫായിസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കല്യാണത്തിന് ഇനി ഒരാഴ്ച കൂടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് അനസ് പോയപ്പോൾ തൊട്ട് ഞാൻ കരയുന്നുണ്ട്. എന്താണെന്നറിയില്ല, മനസ്സിലിപ്പോഴും റാഫിക്കയുടെ മുഖമാണ്. എനിക്ക് വയ്യ അനസിനെ ആ സ്ഥാനത്ത് കാണാൻ. ഉപ്പയോട് ഒരുപാട് കെഞ്ചി നോക്കി, പക്ഷേ ഉപ്പ എൻ്റെ വാക്കിനൊരു വിലയും തന്നില്ല. അവനാവുമ്പോൾ നിന്നെക്കുറിച്ച് നല്ലോണം അറിയുന്നല്ലേ, അതുകൊണ്ട് അവൻ തന്നെയാ നിനക്ക് യോജിച്ചവൻ എന്നായിരുന്നു ഉപ്പയുടെ പക്ഷം. എന്തിന് എൻ്റെ ഷെമി പോലും എൻ്റെ ഒപ്പം നിന്നില്ല? അവൾക്കല്ലേ റാഫിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ആ അവള് പോലും എൻ്റെ കൂടെ നിൽക്കാനായപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം. എൻ്റെ എല്ലാ കാര്യവും ഞാൻ മനുവിനെ വിളിച്ച് പറയാറുണ്ട്. അവൻ എന്നെ പലതും പറഞ്ഞ് കളിയാക്കുമ്പോൾ മനസ്സിനൊരൽപ്പം ആശ്വാസം കിട്ടും. എല്ലാ ദിവസവും രാത്രി അനസിൻ്റെ കോൾ വരും, പക്ഷേ ഫോണെടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റാറില്ല. പലപ്പോഴും അവനോട് വഴക്കിടാറാണ് പതിവ്. എന്തു പറഞ്ഞാലും അവൻ ചിരിക്കുന്ന കേൾക്കാം. വീണ്ടും വീണ്ടും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അവൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ദിനം കൊഴിഞ്ഞ് വീഴുമ്പോഴും ഞാൻ ഒരുക്കിയായിരുന്നു. റാഫിക്ക കിനാവ് കണ്ട ജീവിതം എനിക്ക് അന്യമായല്ലോ എന്നോർത്ത്. ഇന്നാണ് എൻ്റെ കല്യാണം. എല്ലാവരും സന്തോഷിക്കുന്നു, ഞാൻ മാത്രം സന്തോഷം അഭിനയിക്കുന്നു. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. അവസാനമായി ഞാൻ ഒരിക്കൽ കൂടി അനസിനെ വിളിച്ച് സംസാരിച്ചു. അങ്ങോട്ടൊന്നും പറയാൻ അവൻ അനുവദിച്ചില്ല. ഇനിയെല്ലാം നിക്കാഹ് കഴിഞ്ഞിട്ട് പറയാൻ ഷാന എന്ന് മാത്രം പറഞ്ഞവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞു. ഇനി മുതൽ ഞാൻ അനസിൻ്റെ പെണ്ണാണ്. അനസിനെ ഇക്ക എന്ന് വിളിച്ചു തുടങ്ങണം. റാഫിക്കയെ പ്രതിഷ്ഠിച്ച കൽബിൽ ഇനി അനസിനെ പ്രതിഷ്ഠിക്കണം. അവനെ സ്നേഹിച്ചു തുടങ്ങണം. ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴും ഉപ്പേനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് എന്നെ മണിയറൽ കൊണ്ട് എന്നാക്കിയിരുന്നു. മഹർ ചാർത്താനുള്ള സമയം അടുക്കുംതോറും നെഞ്ചിരിപ്പ് കൂടി വരുന്നുണ്ട്. മെല്ലെ തല ഉയർത്തി നോക്കിയപ്പോൾ മുന്നിൽ നിന്നുകൊണ്ട് അനസ് ചിരിക്കുന്നുണ്ട്. എന്തോ അവനെ അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സ് തയ്യാറാവാത്ത കൊണ്ടാവണം പിന്നെയും എൻ്റെ തല താണുപോയത്. റാഫിയുടെ വിരൽത്തുമ്പിൽ നടന്നു വീണ അക്ഷരങ്ങൾ മാത്രമേ എൻ്റെ ഷഹന പ്രണയിച്ചിട്ടുള്ളൂ. മണിയറക്കുള്ളിൽ നിന്ന് അനസിൻ്റേതല്ലാത്ത ഒരു അപരിചിത ശബ്ദം കാതിൽ വന്ന് പതിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തല ഉയർത്തി നോക്കി. പക്ഷേ ഇല്ല, മുന്നിൽ അനസ് മാത്രം. റാഫിക്കയുടെ ശബ്ദമായിരിക്കുമതെന്ന് കരുതി എനിക്ക് തെറ്റി. അല്ലെങ്കിലും മരിച്ചുപോയ റാഫിക്ക ഇനി എവിടെ വരാനാണ്? എനിക്ക് അഭിമുഖമായി നിൽക്കുന്ന അനസിൻ്റെ ചലനം ചെറുതായിട്ടും തെന്നിയപ്പോൾ ഞാൻ കണ്ടു എൻ്റെ റാഫിക്കയെ. പക്ഷെ അധിക നേരം എനിക്ക് കണ്ടു നിൽക്കാനായില്ല. മരിച്ചുപോയ ആളുടെ നിഴൽ രൂപമാണെന്ന് കരുതി എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടു. മിഴികളിൽ ഇരുട്ട് പകരാൻ തുടങ്ങി. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. അതെ, ഷഹന അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നിലം പതിക്കാനൊരുങ്ങിയ എൻ്റെ ശരീരത്തെ താങ്ങിപ്പിടിക്കാൻ എൻ്റെ റാഫിക്ക ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം അറിയാൻ ഞാൻ വൈകിപ്പോയി. റാഫിക്ക പറഞ്ഞതുപോലെ പടച്ചോൻ്റെ കിതാബിൽ ചേർക്കപ്പെട്ടത് ഞാൻ റാഫിക്കയുടെ പെണ്ണായിട്ടാണ്. റാഫിക്കയുടെ സ്നേഹസ്പർശം എന്നെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ കണ്ണുകളിലെ തിളക്കം നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചു. കണ്ടോ റാഫി, അവൾക്ക് നിന്നെ ഇഷ്ടായില്ല കേട്ടോ, അതുകൊണ്ടാ പെണ്ണിന്റെ ബോധം പോയത്. ഇനിയിപ്പോൾ നീ വിട്ടോ, ഞാൻ തന്നെ അവൾക്ക് മഹർ കൊടുത്തോളാം, അല്ലേടി ഷാന? അനസിന്റെ വാക്കുകൾ എന്നെ ഒന്ന് ഞെട്ടിച്ചു. അതെവിടെ ശരിയാവാനു? അവളുടെ ഉപ്പ എൻ്റെ കൈകളിലേക്കാണ് അവളെ ഏൽപ്പിച്ച്. അപ്പൊ പിന്നെ ആ കഴുത്തിലൊരു മഹർ അതെൻ്റെ വക തന്നെ ആയിക്കോട്ടെ. റാഫിക്കയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. പക്ഷെ അനസ് റൂമിലുള്ളത് കൊണ്ട് മാത്രം നമ്മൾ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പാവം കുട്ടിയായി നിന്നു. ഡോറിൽ തുരുതുരയുള്ള മുട്ടി കേട്ടപ്പോഴാണ് അനസ് പോയി വാതിൽ തുറന്നത്. ഉപ്പയായിരുന്നു. എന്തായി അനസ്, നാടകം അവസാനിച്ചില്ലേ? ഇനി മോൻ പുറത്തേക്ക് ഇറങ്ങിക്കോ. ഉപ്പയുടെ സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോൾ ഉപ്പയും കൂടി അറിഞ്ഞുകൊണ്ട് കളിച്ചതാണ്. പറഞ്ഞു തീരിലും അനസ് മുറിവിട്ടിറങ്ങി. ഉപ്പ ഡോറടക്കുകയും ചെയ്തു. ഇപ്പം ഞാനും റാഫിക്കയും മാത്രമാണ് റൂമിൽ. ഇക്ക എനിക്കരികിലേക്ക് വന്ന് കഴുത്തിലൊരു മഹർമാല അണിക്കുമ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് എൻ്റെ പടച്ചോനോട് 1000 സ്തുതികൾ അർപ്പിക്കുകയായിരുന്നു. ഇക്കയുടെ വലതുകരം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ കൽബ് നിറഞ്ഞു. നടന്നതൊക്കെ സ്വപ്നമാണോ അതോ സത്യമോ? ഇക്കയുടെ കരങ്ങൾക്കുള്ളിൽ എൻ്റെ കുഞ്ഞുമുഖം വാരിയെടുക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് യാഥാർത്ഥ്യമാണെന്ന്. എന്താണ് ഇക്ക ശരിക്കും സംഭവിച്ചത്? ഇക്ക മരിച്ചു എന്ന് അനസ് കള്ളം പറഞ്ഞാണോ? ഏയ്, അവനങ്ങനെ കള്ളം പറയൂടോ. അതെ, റാഫിക്ക് ഇത് പുനർജന്മ. ആരുടെയോ പ്രാർത്ഥന കൊണ്ട് എനിക്ക് കിട്ടിയ പുനർജന്മം. റാഫിക്ക് അത്രയും പറഞ്ഞപ്പോഴേക്കും വീണ്ടും വാതിൽ മുട്ടി കേൾക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ പോവാണ് പെണ്ണെ, പറയാൻ ഒരുപാടുണ്ട്, എല്ലാ സമയം പോലെ പറഞ്ഞുതരാം. അതെ, ഇന്നത്തെ രാത്രി എനിക്ക് കേൾക്കണം ഇക്കയുടെ ഫ്ലാഷ് ബാക്ക്, എന്നാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂ. ഈ ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയില്ല ഷാന, അത് നമുക്ക് പിന്നീട് ഒരിക്കലാവാം. അതൊന്നും പറ്റില്ല റാഫിക്ക, ഇന്ന് തന്നെ പറയണം എന്താ ഇക്കയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന്. പറഞ്ഞുതരാമെന്നും പറഞ്ഞ് ഇക്ക മുറിവിട്ടിറങ്ങുമ്പോൾ ഞാൻ ആ കഥ കേൾക്കാനുള്ള ആകാംക്ഷയിൽ സമയം തള്ളി നീക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഷഹനയുടെ മടിയിൽ തലചായ്ച്ച് കിടന്നുകൊണ്ട് പറയാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി.
അന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടത്. വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഞാൻ അന്നും ഡ്രൈവ് ചെയ്തത്. പക്ഷേ വിധി എന്ന രണ്ടക്ഷരം എന്നെ വന്ന് തലോടിയത് മറ്റൊരു കാറിൻ്റെ രൂപത്തിലായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ എന്നുള്ളിലെ ജീവൻ ബാക്കി വെച്ച് ഞാൻ അബോധാവസ്ഥയിലേക്ക് വീണുപോയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാനുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടിയിരുന്നത് എൻ്റെ അനുവിനെയായിരുന്നു. പാവൻ 2 ദിവസം ഉറക്കൊഴിച്ച് ഞാനും തിരിച്ചു വരാൻ കാത്തിരിക്കുകയായിരുന്നു. തലക്ക് മാത്രമല്ല, ശരീരത്തിന് ആഴത്തിലുള്ള മുറിവ് കാരണം എനിക്കൊന്ന് അനങ്ങാൻ പോലും ചിലപ്പോൾ മാസങ്ങളെടുക്കും. അതുമല്ലെങ്കിൽ ഈ ശരീരം നിശ്ചലമായി മണ്ണോട് ചേരാൻ നിമിഷങ്ങൾ മാത്രം മതിയാവും. ഞാൻ കണ്ട കിനാവുകൾ, എൻ്റെ ഉമ്മയുടെ പ്രതീക്ഷകൾ എല്ലാം അവസാനിക്കാറായി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അൻസിനോട് സംസാരിച്ചു തുടങ്ങുന്നത്. എൻ്റെ ഷഹനയോടെല്ലാം തുറന്നു പറയണം. അവസാനമായിട്ട് എനിക്ക് ഉമ്മയൊന്ന് കാണിച്ചു തരണം. എന്നെ അവിടെ ഒറ്റക്കാക്കി പോകാൻ മനസ്സിലാത്തതുകൊണ്ട് അവൻ ഷഹനയോടെല്ലാം പിന്നീട് പറയാമെന്ന് വാക്ക് തന്നു. എൻ്റെ ഉമ്മയെ അവൻ്റെ അനിയനോടൊപ്പം നാട്ടിൽ നിന്നും വരുത്തിച്ചു. കൺകുളിർക്കെ ഞാൻ എൻ്റെ ഉമ്മയെ കണ്ടു. ഇനിയൊരു പക്ഷേ എനിക്ക് കാണാനായില്ലെങ്കിലോ? വേദനയുടെ കാഠിന്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ അനുവിനോട് ഒന്നുകൂടി ആവശ്യപ്പെട്ടു. എന്നൊന്ന് കൊന്നുതരാൻ പറയോടാ. ഇഞ്ചിച്ചായി മരിക്കാൻ എനിക്ക് പറ്റില്ലടാ. വേദന തിന്ന് എനിക്ക് മടുത്തു അനു. നീയെങ്കിലും എനിക്ക് ഉപകാരം ചെയ്താടാ. എൻ്റെ വാക്കുകൾ കേട്ടവൻ എന്നെയൊന്ന് ശാസിക്കാൻ നിന്നില്ല. പകരം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ സ്നേഹ സംഭാഷണത്തിനിടയിലാണ് അയാൾ കടന്നു വന്നത്. മറ്റാരുമല്ല, രഘുറാം ഷെട്ടി, ഞങ്ങളുടെ സീനിയർ ഡോക്ടർ. ഈ ഹോസ്പിറ്റലടക്കം പല ബഹുനില കെട്ടിടങ്ങളുടെയും ഓണർഷിപ്പ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഞങ്ങൾ മലയാളികളായിരുന്നിട്ട് കൂടി അദ്ദേഹം ഞങ്ങളെ സ്വന്തം അനിയന്മാർ പോലെ കണ്ടാണ് സ്നേഹിച്ചത്. വേദനയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോടും എൻ്റെ ആവശ്യം ഉന്നയിച്ചു. അത് കേൾക്കാൻ കേൾപ്പില്ലാത്തതുകൊണ്ടാവണം എൻ്റെ അനു എനിക്കരികിൽ നിന്നും എഴുന്നേറ്റ് പോയത്. മുറിയിൽ ഞാനും ഡോക്ടർ മാത്രമാണുള്ളത്. അദ്ദേഹം ഒരു ചെയർ വലിച്ചിട്ട് എൻ്റെ അരികിലേക്ക് ഇരുന്നു. എൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് തടവിക്കൊണ്ടിരുന്നു. ഇത്രയും ഭംഗിയുള്ള മുഖം ഈ മണ്ണോട് ചേർക്കാൻ എനിക്ക് വയ്യ കണ്ണ. നീ ജീവിക്കണം. എനിക്ക് വേണം എൻ്റെ കണ്ണനെ. എൻ്റെ ലച്ചുമോൾക്ക് വേണം. ഞങ്ങളുടെ ദേവിക്ക് വേണം. അതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേർ വാർക്കുന്ന കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടി നോക്കി. നിമിഷങ്ങൾ പിന്നീടും തോറും തല മുതൽ കാൽ വരെ അസഹനീയമായ വേദന കൊണ്ട് ഞാൻ ബെഡിൽ കിടന്ന് പൊളയാൻ തുടങ്ങി. എൻ്റെ പരാക്രമണം കണ്ടതുകൊണ്ടാവണം അയാൾ പെട്ടെന്ന് തന്നെ അനുവിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ഇനി ഞാൻ അധിക നേരം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ അവനോട് പറയുന്നത് കേട്ട് എനിക്കൊരല്പം ആശ്വാസമായി തോന്നിയെങ്കിലും അവൻ്റെ കരച്ചിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവനെ മുറിയിൽ നിന്ന് പുറത്തിറക്കിയ ശേഷം അദ്ദേഹം മറ്റു ഡോക്ടേഴ്സുമായി പലതും സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് പിടക്കുകയായിരുന്നു. ഒടുവിൽ എൻ്റെ സീനിയർ സർജനായ ഡോക്ടർ എൻ്റെ ശരീരത്തിലേക്ക് വീര്യം കൂടിയ ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുമ്പോൾ ആദ്യം ഞാൻ പാതി മയക്കത്തിലേക്കും പിന്നീട് അത് ഒരു ദിവസം നീണ്ടുന്ന പൂർണ്ണ മയക്കത്തിലേക്കും എന്നെ കൊണ്ടെത്തിച്ചു. റാഫിക്ക് മരിക്കണമല്ലേ? അതെ, റാഫി മരിച്ചു. ഈ നിമിഷം മുതൽ റാഫി മരണപ്പെട്ടു. ഇനി റാഫിയിലൂടെ ജീവിക്കുന്നത് എൻ്റെ കണ്ണനാണ്. നിനക്കറിയോ റാഫി, എനിക്കെൻ്റെ കണ്ണനെ നഷ്ടപ്പെട്ടിട്ട് 6 മാസത്തോളായി. ആ 6 മാസക്കാലം ഞാൻ അനുഭവിച്ച വേദന ആർക്കും അറിയില്ല. ദൈവവിധിയെന്ന് കരുതി സമാധാനിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ എൻ്റെ ദേവി, അവൾക്ക് അവളുടെ മകൻ്റെ വിയോഗം ഒരു മാനസിക രോഗി എന്ന പദവിയാണ് നൽകിയത്. ഇന്നും കണ്ണൻ്റെ വരം കാത്ത് അവൾ വീട്ടിലിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത്രയധികം സ്നേഹിച്ചതെന്നറിയോ റാഫിക്ക്? ഈ രഘുറാം ഷെട്ടിയുടെ മൂത്തപുത്രൻ രാജകുമാർ എന്ന എൻ്റെ കണ്ണന് നിന്റെ അതേ മുഖഛായയാണ്. അതും ദൈവത്തിൻ്റെ ഒരു മായാജാലമല്ലേ? നമ്മൾ തമ്മിലൊരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും നിനക്കെൻ്റെ പൊന്നുമോൻ്റെ മുഖഛായ നൽകിയത് എൻ്റെ ദൈവം എന്നോട് കാട്ടിയ കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കെൻ്റെ പഴയ ദേവിയെ വേണം. നിന്നിലൂടെ നിന്നെ പഴയ പോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും കാണാൻ. എൻ്റെ പഠനപരിധിക്കുമപ്പുറം വിദേശ രാജ്യത്തെ ഡോക്ടേഴ്സുമായി എനിക്കുള്ള ബന്ധം വെച്ച് നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അതൊരിക്കലും റാഫിയായിട്ടല്ല, എൻ്റെ കണ്ണനായിട്ട്. നിന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ കയറ്റിവിട്ട ഡ്രഗ്സിന് നിന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കാൻ കഴിവുണ്ട്. അതൊന്ന് നോർമലാവുമ്പോഴേക്കും നിനക്ക് നിന്റെ ഓർമ്മശക്തി നഷ്ടമായേക്കും. പിന്നീട് നീ അറിയുന്നത് എൻ്റെ മകനായിട്ടുള്ള ജീവിതമാണ്. എൻ്റെ വീടിനുള്ളിൽ വെച്ച് നിനക്ക് ഞാൻ ചികിത്സ ചെയ്യും. ആരും അറിയാതെ നിന്നെ ഞാൻ സംരക്ഷിക്കും. നിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ അനസ് ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയതിൻ്റെ നിഗൂഢ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ എനിക്കെൻ്റെ പ്ലാനിങ്ങുകളൊക്കെ ഒരു പോറലുമേൽക്കാതെ വിജയിപ്പിക്കാനായിരുന്നു. നിന്റെ മരണവാർത്ത ഉമ്മയെ വിളിച്ച് പറയുന്നതോടൊപ്പം ആശ്വസിപ്പിക്കാനും ഞാൻ മറന്നില്ല. നിനക്ക് പകരം ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കാൻ എനിക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഈ മെഡിക്കൽ കോളേജിൽ അതിന് മാത്രം ക്ഷാമില്ലല്ലോ. മിഴികൾ തുറന്നു നോക്കുമ്പോൾ എനിക്ക് മുന്നിൽ പുതിയൊരു ലോകമായിരുന്നു. എനിക്കരികിൽ തലയാഴ്ച കിടക്കുന്ന സ്ത്രീ എനിക്ക് തീരെ അപരിചിതയായിരുന്നു. എൻ്റെ അനക്കം കണ്ടതുകൊണ്ടാവണം അവരെന്നെ നോക്കി കണ്ണ എന്ന് വിളിച്ച് വാത്സല്യം കൊണ്ട് പൊതിയാൻ തുടങ്ങിയത്. എനിക്കരികിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന പെൺകുട്ടി എന്നെ ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഇവരൊക്കെ ആരാണ്?
ഉത്തരം കിട്ടാത്ത ചോദ്യം എൻ്റെ മനസ്സിൽ കിടന്നുരുളുമ്പോഴാണ് മുമ്പിൽ ഒരു പരിചിത മുഖം എന്നെ നോക്കി പുഞ്ചിരിച്ചത്. ഡോക്ടർ രഘുറാം ഷെട്ടി. മനസ്സിൽ ആ പേരുച്ചരിച്ചെങ്കിലും നാവപ്പോഴും നിശ്ചലമായിരുന്നു. മോനെ കണ്ണ, നോക്ക്, നിന്റെ അമ്മ. നിനക്ക് വേണ്ടി രാവും പകലും ഉറക്കൊഴിഞ്ഞ് നിന്റെ ചൂടുപറ്റി കിടക്കുകയായിരുന്നവൾ. ഒന്ന് വിളിക്കടാ അമ്മേ. പാവം, എത്രയായി കാത്തിരിക്കുന്നു നിന്റെ ആ വിളിക്കായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നിൽ ഞെട്ടലുളവാക്കിയെങ്കിലും അത് പുറത്തു കാട്ടാതെ ഞാൻ പുഞ്ചിരിച്ചു. ക്ഷീണമുള്ള പോലെ അഭിനയിച്ച് ഞാൻ പതിയെ എൻ്റെ മിഴികൾ ചിമ്മി. ഇയാളുടെ ഉദ്ദേശം എന്തെന്നറിയാനായിരുന്നു ഞാൻ മനഃപൂർവ്വം മിഴികളടച്ചത്. എല്ലാവരും മുറിവിട്ടിറങ്ങിയപ്പോൾ ഡോക്ടർ മാത്രം എനിക്കരികിലിരുന്നു. ഇല്ല റാഫി, നിനക്കിനി നീയായി ജീവിക്കാൻ പറ്റില്ല. നീ ഇനി മുതൽ എൻ്റെ മകനാണ്. എൻ്റെ കണ്ണൻ്റെ സ്ഥാനത്ത് നിന്നെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കെൻ്റെ പഴയ ദേവിയെ തിരിച്ചു കിട്ടി. എൻ്റെ ലച്ചുമോളുടെ സന്തോഷം 10 മടങ്ങ് വർദ്ധിച്ചു. ഇനി നീയാണ് ഞങ്ങൾക്കെല്ലാം. അപ്പോൾ അതാണ് കാര്യം. ഇയാളെൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്ന് കരുതിയാണ് എന്നോടിങ്ങനെ സ്നേഹം കാട്ടുന്നത്. ഏതായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്കെൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നവരെ ഞാൻ അഭിനയിക്കും അവരുടെ കണ്ണനായിട്ട്. പിന്നീട് അങ്ങോട്ട് അയാളെൻ്റെ അസുഖം മാറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു. 3-4 മാസത്തിനുള്ളിൽ എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടി. അതിനിടയിൽ ഞാൻ അമ്മയുടെ കണ്ണനായി മാറി. എനിക്കൊരു കുഞ്ഞു പെങ്ങളെ കിട്ടി, എൻ്റെ ലച്ചു. എനിക്കെൻ്റെ റൂം വിട്ടിറക്കാനുള്ള അനുവാദമില്ലായിരുന്നു. കൊട്ടാരം പോലുള്ള ആ വീട്ടിൽ എത്ര മുറിയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ആ ബംഗ്ലാവിൽ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. എനിക്കെൻ്റെ ഉമ്മയെയും അനുവിനെയും കുറിച്ച് ഓർത്ത് കണ്ണു നിറയാൻ തുടങ്ങി. ഷഹന, അവളിന്ന് മറ്റാർക്കെങ്കിലും സ്വന്തമായിട്ടുണ്ടാവുമോ? ആ ചോദ്യം എന്നെ വല്ലാതെ തളർത്തി. പിന്നീട് അങ്ങോട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടണമെന്ന എൻ്റെ ചിന്ത. വീട്ടുകാരറിയാതെ ഞാൻ എൻ്റെ പ്രാർത്ഥന ഒരു ദിനം പോലും മുടക്കാതെ ചെയ്തു പോന്നു. എൻ്റെ റബ്ബിനോട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തെളിയിക്കണമേ എന്ന് മനമുരുകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം ഞാൻ ഉച്ചമയക്കത്തിലായിരിക്കുമ്പോഴാണ് അമ്മ വന്നെൻ്റെ അരികിലിരുന്ന് പലതും പറയാൻ തുടങ്ങുന്നത് ഞാൻ കേട്ടത്. മോനെ, നീ ആരാ നീ അമ്മക്കറിയില്ല. പക്ഷേ അമ്മക്കൊരു സത്യം അറിയാം. നീ എൻ്റെ മകൻ കണ്ണനല്ലെന്ന്. എങ്കിലും എനിക്കിപ്പോൾ നീ കണ്ണനാണ്. എൻ്റെ രക്തമല്ലെങ്കിലും ഞാനിന്ന് നിന്റെ സ്നേഹസാമീപ്യം കൊണ്ട് മാത്രമാണ് സന്തോഷവതിയായി കഴിയുന്നത്. ഈ ജന്മം എനിക്കെൻ്റെ മകൻ്റെ അഭാവം സഹിക്കാൻ പറ്റില്ല കണ്ണ. അതുകൊണ്ട് ഇനി നിന്നെ ഞങ്ങൾ മരണത്തിന് പോലും വിട്ടുകൊടുക്കൂല. ആ അമ്മയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ ഈർന്നണിപ്പിച്ചെങ്കിലും ഞാൻ എഴുന്നേറ്റിരുന്നു. അത് കണ്ട് അമ്മയെന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്തു കാട്ടിയില്ല. അമ്മേ, അമ്മയ്ക്ക് സത്യം അറിയുന്ന സ്ഥിതിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളൊരുപാട് വേദനിച്ചില്ലേ? അതുപോലെ വേദനിച്ച് കഴിയുന്നൊരമ്മ എനിക്കുണ്ട്. നിങ്ങൾക്ക് കണ്ണന് നഷ്ടമായെങ്കിലും ലച്ചുവെങ്കിലും കൂട്ടിനുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മാക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. എന്നെ ഓർത്ത് എൻ്റെ ഉമ്മക്കറിയാത്ത ദിനങ്ങളുണ്ടാവില്ല. ഡോക്ടർ സാറ് എൻ്റെ ഓർമ്മ നഷ്ടപ്പെടാൻ കുത്തിവെച്ച ഡ്രഗ്സിനേക്കാൾ വീര്യം എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്കുണ്ടായതുകൊണ്ടാണ് ഇന്നും ഞാൻ റാഫിയായിട്ട് തന്നെ ജീവിക്കുന്നത്. ദയവ് ചെയ്ത് അമ്മ എന്നെ സഹായിക്കണം. ആരും അറിയാതെ ഞാൻ ഇവിടെ വിട്ടു പോയാൽ എന്നെ അന്വേഷിച്ച് വരരുതെന്ന് ഡോക്ടറോട് പറയണം. എൻ്റെ വാക്കുകൾ കേട്ട അമ്മ കരഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങിപ്പോയി. അന്ന് ആദ്യമായി ഞാനും വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ കണ്ടു. ഉടനെ തന്നെ ഞാൻ ലച്ചുവിൻ്റെ റൂമിൽ നിന്നൊരു ബുക്കും പേനയും എടുത്ത് എൻ്റെ റൂമിലേക്ക് പോയി. എൻ്റെ അനുവിന് വേണ്ടി ഞാൻ തൂലിക ചലിപ്പിച്ചു തുടങ്ങി. അവനോട് എല്ലാ കാര്യവും അതിൽ സൂചിപ്പിച്ചു. ഞങ്ങൾ താമസിച്ച അഡ്രസ്സിലേക്ക് ഞാൻ എഴുത്തി ലച്ചുവിനോട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരന് വേണ്ടിയാണെന്ന് അവളോട് പറഞ്ഞു. അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. അനസിനോട് ആദ്യം ഒരു മൊബൈൽ ഫോൺ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. ലച്ചുവിൻ്റെ മുറിയിൽ മൊബൈൽ വെച്ചിട്ട് പോകാൻ ഞാൻ അവനെ ഏൽപ്പിച്ചു. അവനതുപോലെ ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലൂടെ ബന്ധപ്പെടാൻ തുടങ്ങി. ഉമ്മയുടെ എല്ലാ വിവരവും അവൻ നേരിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഷഹന, അവളോടൊന്നും പറയേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അപ്പോഴും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ എളുപ്പമല്ലായിരുന്നു. ലച്ചുവിനോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞപ്പോൾ അവൾ അമ്മയോട് സംസാരിക്കാൻ നേറ്റു. ഒടുവിൽ അമ്മയോട് ഞാൻ പറഞ്ഞത് ഇതായിരുന്നു: എൻ്റെ വരവും കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് എനിക്ക്. ഇനി അവളെ കരയിക്കാൻ എനിക്ക് വയ്യമ്മേ. ആരൂരില്ലാത്ത എൻ്റെ ഉമ്മാക്ക് ഏക അത്താണിയാണ് ഞാൻ. ആ എന്നിലൂടെ എൻ്റെ പെണ്ണിനെ ഞാൻ ഉമ്മയേൽപ്പിച്ച് എത്രയും പെട്ടെന്ന് മടങ്ങി വരാം എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. ഇവിടെ നിന്നാവാം ഇനി അങ്ങോട്ട് റാഫിയുടെ ജീവിതം. ഡോക്ടറോട് അമ്മ സംസാരിച്ച് സമ്മതിപ്പിക്കണം. അമ്മയുടെ കയ്യിൽ പിടിച്ച് കേണാപേക്ഷിക്കുമ്പോൾ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടു. ഡോക്ടർ അറിഞ്ഞാൽ ഒരുപക്ഷെ അടങ്ങിയിരിക്കില്ലെന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇന്നെൻ്റെ കല്യാണത്തിന് അദ്ദേഹം വിളിച്ച് ആശംസകൾ അറിയിച്ചപ്പോൾ എൻ്റെ പേടിയൊക്കെ മാഞ്ഞുപോയി. ബാക്കിയൊക്കെ അനസിൻ്റെ തിരക്കഥയിൽ അരങ്ങേറിയ നാടകം. ഷഹനയുടെ ഉപ്പയടക്കം അതിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചു. കഥ പൂർണ്ണമാകുമ്പോഴും പല ചോദ്യങ്ങളും ബാക്കി. അന്ന് ആരാണ് ഷഹനയെ രക്ഷിച്ച കൂട്ടുകാരൻ? ഉത്തരം അറിയാതെ റാഫി തലമുണ്ടാക്കിയെങ്കിലും ഒടുവിൽ അവനൊരു ഉത്തരം ഷഹനെ കൈമാറി. അത് മറ്റാരുമില്ലടാ, കണ്ണന് പോലെ ഞാൻ അവൻ്റെ റോളേറ്റെടുത്തപ്പോൾ എൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ അവൻ്റെ ആത്മാവ് പറഞ്ഞെത്തിയതാവും. ഉത്തരത്തിൽ തൃപ്തി കിട്ടിയില്ലെങ്കിലും ഷഹന ഇന്ന് ഹാപ്പിയാണ്. കാരണം റാഫിക്കയുടെ അക്ഷരങ്ങൾക്ക് ഇനി ജീവൻ വെക്കാൻ പോകുന്നു ഞങ്ങളുടെ ജീവിതത്തിലൂടെ. ഇനിയൊരു ചോദ്യം കൂടി: അഫ്സൽ എങ്ങനെ സമ്മതിച്ചു ഷഹനയെ റാഫിക്ക് വിട്ടുകൊടുക്കാൻ? ഞാനുമായുള്ള കൂടിക്കാഴ്ചയിൽ അവനോട് എൻ്റെ സ്നേഹം വരച്ചു കാട്ടി.
കൂടാതെ ഷഹനയ്ക്ക് ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് ഇടഞ്ഞതാണ്. അവസാനം ഞാനൊരു അടവ് പ്രയോഗിച്ചു. അവനൊരു ഗിഫ്റ്റ് ഓഫർ ചെയ്തു. അതിലവൻ വീണു. അതെന്താണെന്ന് പറയാം. ദാ മനു, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കടാ. പെങ്ങളാണെന്നും പറഞ്ഞ് ഇമാതിരി കഷ്ടപ്പെടുന്ന ഈ ചെയ്യണ്ട കേട്ടോ. റാഫിക്കയുടെ വാക്കുകൾ മനുവിൻ്റെ കാതിലെത്തിയെങ്കിലും അവനത് കൂട്ടാക്കിയില്ല. എൻ്റെ പൊന്നളിയാ, ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. അല്ല, എവിടെ നമ്മുടെ അനസ് കണ്ടില്ലല്ലോ. റാഫി ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് മനു തലചരിച്ചപ്പോൾ കണ്ട കാഴ്ച കണ്ണിനെ കുളിരേവുന്നതായിരുന്നു. 3 പെൺകുട്ടികൾക്കിടയിൽ നമ്മുടെ സായിപ്പ്, ഷഹന, ഷെമി, ആയിഷു. ചിരിച്ചും കളിച്ചവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഇടയിലേക്ക് അഫ്സലിന്റെ എൻട്രി. വന്നല്ലോ നമ്മുടെ 3ാമത്തെ കഥാനായകൻ. എന്തായി അഫ്സൽ, നിന്റെ സങ്കടമൊക്കെ ഇന്നത്തെ ബിരിയാണി കഴിച്ചു തീർത്തോ? അനസിന്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും അഫ്സലിനെ നോക്കി. എന്നിട്ട് മെല്ലെ അവൻ ഷഹനക്കരികിൽ പോയി നിന്നു. റാഫിക്കയെ വിളിച്ച് ആ ഭാഗത്തേക്ക് വരുത്തിച്ചു. ഡീ ഷഹന, നീ പോയാൽ നിന്റെ അനിയത്തി, അതാണ് നമ്മുടെ പോളിസി, അല്ലേടാ ഷെമി? അഫ്സലിന്റെ ഡയലോഗ് കേട്ട് റാഫിയും ഷെമിയും ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടി. അതെ, അഫ്സലിന് റാഫി കൊടുത്ത സർപ്രൈസ്. ഇനി ഷെമി നിനക്കുള്ളതാ, പക്ഷേ ആദ്യം പോയി മഹർ വാങ്ങാനുള്ള പണം ഉണ്ടാക്കി വാ. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞോൾക്ക് 18 വയസ്സ് തികയുകയും ചെയ്യും. അതും പറഞ്ഞ് റാഫി ഷഹനയെ മാറ്റി നിർത്തി ഷെമിയെ ചേർത്ത് പിടിച്ചു. അതേ, അധികം അങ്ങനെ ചേർത്ത് പിടിക്കേണ്ട, നമുക്ക് അത്ര ദഹിക്കണില്ല. പിന്നെ അനസുക, ഇനി നിങ്ങൾ കയറി ഇവൾക്ക് മെസ്സേജോ കോളോ ചെയ്യാമെന്നാ ഈ സഖാവാരണെന്ന് നിങ്ങൾ അറിയും. എല്ലാവരിലും ഒരു കൂട്ടിച്ചിരി ഉയർന്നു. എങ്കിൽ ഇനി ഇവിടെ വാഫ്സല്, നമുക്കൊരുമിച്ചൊരു സെൽഫി എടുക്കാൻ. നിനക്കല്ലേ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഉറക്കം കിട്ടാത്തത്? ഷഹനയുടെ വാക്കുകൾ അനുസരിക്കാനായി അഫ്സൽ മുന്നോട്ടെടുത്തും ഷെമി തടഞ്ഞു. അഫ്സൽക്ക, അതൊക്കെ നമ്മളെയും കൂടി കല്യാണം കഴിഞ്ഞിട്ട് മതിട്ടോ. ഷെമിയുടെ മറുപടി കേട്ട് എല്ലാവരും ഒന്ന് അവൾ നോക്കി. ഭാവഭേദമില്ലാതെ അവൾ അവിടെ നിന്നും പതിയെ നടന്നകന്നു. ഇനി ഷഹനയും റാഫിക്കയും കിനാവ് കണ്ട ജീവിതം അവർ ജീവിച്ചു തീർക്കട്ടെ. കാണാമറയത്തെ മൊഞ്ചത്തി ഇവിടെ അവസാനിക്കുന്നു. റംസി ഫായിസ് തൂലിക കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു അനുഗ്രഹീത എഴുത്തുകാരിയാണ്. റംസി എഴുതിയ മിക്ക കഥകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കഥകളും വലിയ വിജയമായിരുന്നു. ഈ കഥകളെല്ലാം വിജയമാക്കി മാറ്റിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ചിലരൊക്കെ കമൻറ്റ് ചെയ്യുകയുണ്ടായിരുന്നു, റംസിയുടെ ഫോട്ടോയെങ്കിലും ഒന്ന് കാണിക്കുമെന്ന്. ഒരുപാട് കലിപ്പൻ നായകന്മാരെയും കലിപ്പത്തി നായികമാരെയും സൃഷ്ടിച്ചെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ റംസീന ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. ആ തൂലിക ചലിപ്പിക്കാനും ഒരു പിടി നല്ല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആരവിനെയും ആരോഹിയും സൃഷ്ടിച്ച കോമ്രേഡ് എന്ന കഥയ്ക്ക് ശേഷം ഗൗതമിനെയും ലച്ചുവിനെയും സൃഷ്ടിച്ച അഴകിയ രാവണൻ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഹരിദാർദാസ് എഴുതുന്ന മഴവില്ലി എന്ന കഥ ആരംഭിക്കുന്നതാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു. സൈനിങ് ഔട്ട്, ഷാഹുൽ മലയിൽ.